ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ്. ഞാൻ ഇവരെ ഒരു 3 വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട്, അതായത് സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ. ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ. അല്ലെങ്കിൽ ഇങ്ങനെ പാത്തിരുന്ന് ഞാൻ ആളുടെ വൈഫ്, ആൾ എന്നെ കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു എന്നെ വേണേ തേജോ എന്തെങ്കിലും പറയാം. നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം. പിന്നീട് ചേച്ചി എങ്ങനെ നോക്കിയാലും നമ്മുടെ രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന് വളരെ നല്ല സമയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും വോയിസിലൂടെ മാത്രം പ്രതികരിച്ചിരിക്കുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 2ാമത്തെ ഭാര്യയായിരുന്ന വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ ഇന്നലെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ടടുത്ത് തന്നെ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചനെതിരെ രേഷ്മ പി തങ്കച്ചനോട് പ്രതികരിച്ചായിരുന്നു അവർ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്, ഇത് കാണും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അവരതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിറ്റ് കാശാക്കുന്നില്ല. അങ്ങനെ കൊല്ലം സുധിയെ വിറ്റ് കാശാക്കുന്ന വ്യക്തി ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ രേഷ്മ പി തങ്കച്ചനാണ്, അതായത് രേണു സുധിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം കഴിവ് കൊണ്ട് എവിടെയെങ്കിലും എത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് കിട്ടുന്നതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല.